ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നും നമുക്ക് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ആദ്യം 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുതിരാൻ വെക്കാം. പുഡിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കോക്കോനാടിൻ്റെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ഇതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതും ഒരു 1/4 കപ്പ്. പിന്നെ വൈറ്റ് കുക്കിംഗ് ചോക്ലേറ്റ്, അതും ഒരു 1/4 കപ്പ്. കുക്കിംഗ് ചോക്ലേറ്റ് കത്തി കൊണ്ടൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് 250 ml കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം, 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിനും കൂടിയാണ് ഇതിന് വേണ്ടത്. ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ആദ്യം തന്നെ വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. ഇനി ഇതിലേക്ക് 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. കേക്കിന് ബീറ്റ് ചെയ്യുന്നത് പോലെ ഒരുപാട് സ്റ്റിഫാക്കി ബീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് നേരം ബീറ്റ് ചെയ്താൽ പുഡിങ്ങിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അതുകൊണ്ട് അല്പനേരം മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നല്ല ചൂട് വെള്ളമെടുത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ജലാറ്റിന് അത് ഇതിലേക്ക് ഇറക്കി വെക്കാം. ജലാറ്റിൻ ഒന്ന് മെൽറ്റ് ആവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഇറക്കി വെക്കുന്നത്. ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമിലേക്ക് ഇനി ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അത് ഫുള്ളായി ചേർക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് പുഡിംഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ഷ്രെഡ് ചെയ്ത ചോക്ലേറ്റ്, അതും ഫുള്ളായി ചേർക്കുന്നില്ല, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യത്തിനായിട്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും ചേർത്ത ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. നിങ്ങൾ എഗ് ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പുഡിങ്ങിൻ്റെ ബാറ്റർ ഒരുപാട് തിക്കായി പോകും. നമ്മുടെ ജലാറ്റിൻ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം മാത്രമേ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായി ചൂടാറിയ ശേഷം പുഡിങ്ങിൻ്റെ ബാറ്ററിലേക്ക് ഇത് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ പുഡിങ്ങിൻ്റെ ബാറ്റർ സാധാരണ പുഡിങ്ങിൻ്റെ ബാറ്റർ പോലെ ലിക്വിഡ് ആയിരിക്കില്ല. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് ഒരുപോലെ നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം മാറ്റിവെച്ച ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചോക്ലേറ്റും കൊണ്ട് പുഡിംഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.
Thanks for watching. Bye.